ആമയൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതി റജികുമാറിന്റെ വധശിക്ഷ റദ്ദാക്കി. ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതിയാണ് റദ്ദാക്കിയത്. പ്രതിക്ക് മാനസാന്തരമുണ്ടായെന്ന ജയിൽ അധികൃതരുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഉത്തരവ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, ഈ ആമയൂർ കൂട്ടക്കൊലപാതക കേസിൽ ഈ റജികുമാറിന്റെ വധശിക്ഷ റദ്ദാക്കുന്നതിന് ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? ജി.കെ. നാടിനെ തന്നെ നടുക്കിയ ഒരു കൊലപാതക കേസാണ് ആമയൂരിലെ കൂട്ടക്കൊലപാതക കേസ്. ഭാര്യ ലിസിയെയും 4 മക്കളെയും കൊലപ്പെടുത്തിയ റജികുമാറിൻ്റെ വധശിക്ഷയാണ് സുപ്രീം കോടതി അല്പസമയം മുമ്പ് റദ്ദാക്കിയിരിക്കുന്നത്. ഹൈക്കോടതി നേരത്തെ ഈ വധശിക്ഷ ശരിവെച്ചിരുന്നു. പാലക്കാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 2009 വിധിച്ച വധശിക്ഷയാണ് ഹൈക്കോടതി ശരിവെച്ചത്. ആ ഹൈക്കോടതി വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഈ പ്രതിയുടെ കഴിഞ്ഞ 16 വർഷമായി ജയിലിലുള്ള നല്ല നടപ്പ് അത് അംഗീകരിച്ചുകൊണ്ടാണ് പ്രതിയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ ജയിൽ അധികൃതരുടെ റിപ്പോർട്ട് ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. അതേസമയം പ്രതിക്കെതിരെ ബലാത്സംഗം, കൊലപാതക കേസുകളിൽ എന്നീ കുറ്റങ്ങളിൽ ചുമത്തിയിരുന്ന ജീവപര്യന്തം ശിക്ഷകൾ നിലനിൽക്കും. വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു നിർണായക തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. 2008 ഭാര്യ ലിസിയെയും 4 മക്കളെയും ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഘട്ടം ഘട്ടമായി ഈ കൊലപാതകങ്ങൾ നടത്തുകയും മൃതദേഹങ്ങൾ സേപ്റ്റിക് ടാങ്കിലും സമീപത്തുള്ള പറമ്പിലും വീടിനകത്തുമായി ഒളിപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് ഈ കേസിൽ ഒറ്റപ്രതി റജികുമാറിനെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് തുടർന്നാണ് ഇയാളെ വധശിക്ഷയ്ക്ക് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചതും. ഇതിനെതിരെ 2023 റജികുമാറിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് ഈ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. തുടർന്ന് തുടർവാദങ്ങൾക്കൊടുവിലാണ് ജയിലധികൃതരുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. ജി.കെ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.